നമ്മൾ പഠിച്ചത് എന്ന് പറഞ്ഞാല് 5 സൂറത്തുകളുടെ പേര് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ഒന്ന് ഫാത്തിഹ, രണ്ടാമത്തത് അൽ ബഖറ, 3 ആലി ഇമ്രാൻ, 4 അൻ-നിസാ, 5-മത്തത് അൽ മാഇദ. ഇതിന്റെ എല്ലാ ആയത്തുകളുടെ എണ്ണവും പഠിച്ചു. ഒന്നാമത്തെ ഫാത്തിഹയ്ക്ക് 7 ആയത്തുണ്ട്. സൂറത്തുൽ ബഖറയ്ക്ക് 286 ആയത്തുണ്ട്. ആലി ഇമ്രാന് 200 ആയത്തുണ്ട്. അൻ-നിസാഇന് 176 ഉണ്ട്. അൽ മാഇദയ്ക്ക് 120. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് അൽഹംദുലില്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്ന അൻആമാണ്. 6-മത്തെ സൂറത്ത് ഏതാണ്? അൻആം. അതായത് അൽ അൻആം. അൻആം ഏത് സൂറത്താണ്? അൽ അൻആം. അത് 165 ആയത്തുണ്ട്. എത്ര ആയത്തുണ്ട്? 165. വലിയ ശ്രേഷ്ഠതയുള്ള സൂറത്താണ് സൂറത്തുൽ അൻആമൊക്കെ. പ്രത്യേകിച്ച് ഒരു വീടിന് കുറ്റി അടിക്കുന്ന പ്രത്യേകിച്ച് ഓതേണ്ട സൂറത്താണിത്. നമ്മൾ ഒരു നല്ല സംരംഭമൊക്കെ തുടങ്ങുമ്പോഴേ പല സ്ഥാപനങ്ങളിൽ ഇന്നും ഈ സൂറത്ത് ഓതുന്നുണ്ട് മുടങ്ങാതെ. വളരെ ഐശ്വര്യമുള്ള, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഓതുന്നതിന്റെ ബർക്കത്ത് എന്താണെന്നറിയോ? നമ്മുടെ തലമുറക്ക് ഉപകരിക്കും, അടുത്ത തലമുറയ്ക്കും എന്താവും. അപ്പൊ നമ്മൾ നാഫിയ ഇൽമെന്ന് പറഞ്ഞാൽ എന്തുവാ? ഭൗതികമായ ഇൽമുണ്ട്, ആത്മീയമായ ഇൽമുണ്ട്. നാഫിയ ഇൽമെന്ന് പറയാൻ നമ്മളിൽ മാത്രം ഒതുങ്ങത്തില്ല, അത് മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യും? എത്തിക്കുന്നതല്ല. ഈ ഖിയാമത്ത് നാൾ വരെ ഇൽമിന്റെ അതിന്റെ പ്രതിഫലനം ഉണ്ടാവും. കാരണം അതിങ്ങനെ പരമ്പരയായിട്ട് മറ്റേന്ന് പറയുമ്പോൾ മുറിഞ്ഞു പോകും. നമ്മൾ ഏത് ഡിഗ്രി ഭൗതികമായിട്ട് എടുത്താലും ഖബർ വരെയല്ലേ കിട്ടത്തുള്ളൂ, അതിനപ്പുറത്തോട്ട് കിട്ടുന്നില്ലല്ലോ. മരിക്കുമ്പോൾ കുറെ ആൾ കൂടുന്നുള്ളതല്ലേ ഉള്ളൂ, അല്ലല്ല. മറ്റേ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ അൻആമൊക്കെ നമ്മുടെ വീട്ടിൽ ഓതുമ്പം നമുക്കെന്താവും? നമുക്ക് അതിൻ്റെതായ, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറ്റി അടിക്കുന്ന ദിവസം മുതൽ ഓതിയാലൊക്കെ എന്താവും? ആ വീട് കൊണ്ടൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടാവും. അള്ളാഹു തആല നമ്മളെ എല്ലാം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കൾ സന്ദർശിക്കുന്ന വീടുകളാക്കട്ടെ. അപ്പൊ അൻആം സൂറത്ത്. അടുത്ത എന്താണ്? അൽ അഅറാഫ്. അൽ അഅറാഫ്. അഅറാഫ്. നമ്മളിപ്പോ എത്ര സൂറത്തിന്റെ പേരായി? 7-മത്തെ. അഅറാഫ് സൂറത്തിന് എത്ര ആയത്തുണ്ട്? 206 ആയത്തുണ്ട്. എത്ര ആയത്തുണ്ട്? 206. ഇതെന്തിനാ നമ്മൾ സൂറത്തിന്റെ ആയത്തിന്റെ ഒക്കെ എണ്ണ എഴുതുന്നത്? കാരണം ചില ദുആകളൊക്കെ വരുമ്പോ എന്താവും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു ദുആ പഠിച്ചല്ലോ. ഏത് ദുആ? ഏത് സൂറത്തിലായിരുന്നു? ആലി ഇമ്രാനിൽ 8-മത്തെ ആയത്ത്. റബ്ബന ലാ തുസിഉ ഖുലൂബന ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മത്തൻ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവേ, നീ തന്ന നിഅമത്താകുന്ന, നിധിയാകുന്ന ഹിദായത്ത് ഞങ്ങളിൽ നിന്ന് ഊരിയെടുക്കലെന്ന് പറഞ്ഞാൽ ഇത് ഓതുന്ന ഒരാൾക്ക് മുർത്തദ്ദാവത്തില്ല. മുർത്തദ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇസ്ലാമിന്ന് മെമ്പർഷിപ്പ് തെറിച്ചു പോകുന്നതിനെ പറയുന്നത് എന്തുവാ? മുർത്തദ്. മുർത്തദ് എന്ന് പറയാൻ ഇസ്ലാമിലായിരുന്നു, പക്ഷെ അവന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവന്റെ നിയ്യത്ത് കൊണ്ടോ അവന്റെ മനസ്സിൽ കരുതുന്നത് കൊണ്ടോ ഇസ്ലാമിൽ എന്താവും? പുറത്തു. അങ്ങനെ അതിനെ തടയുന്ന ഒരു വലിയൊരു ദുആയാണ്. ഏത് ദുആ? റബ്ബനാല. അതെപ്പോഴും വേണം. അൽഹംദുലില്ലാഹ്, അതൊക്കെ നിലനിർത്താൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ അടുത്തത് എന്താണ്? അഅറാഫ് കഴിഞ്ഞാൽ അൻഫാലാണ്. അൽ അൻഫാൽ. അൽ അൻഫാൽ. അൻഫാൽ സൂറത്ത് എത്രയാണ്? 75 ആയത്താണ്. എത്ര? 75 ആയത്ത്. അടുത്തത് 9-മത്തത് അത്തൗബ. അത്തൗബ. തൗബ സൂറത്ത് 129 ആയത്താണ്. 129 അല്ലേ? അപ്പൊ ഈ സൂറത്തുകളുടെ കൂട്ടത്തിൽ വിസ്മി ഇല്ലാത്ത ഒരു സൂറത്ത് ഏതാ? സൂറത്ത് തൗബയാണ്. വളരെ ശ്രേഷ്ഠമായ ഒരു സൂറത്താണ്. അവസാനത്തെ 2 ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും വലിയ അംഗീകാരം കൊടുത്ത ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതാണ്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം
فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. നമ്മൾ ഇതിനകത്ത് വളരെ ശ്രേഷ്ഠത എന്ന് പറയാൻ കാര്യം എന്താ? അവസാനത്തെ ആ ഒരു വരിയുണ്ടല്ലോ, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. അതേത് വ്യക്തിക്കും എണ്ണമറ്റ പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിക്റാണ്. കാരണം എന്താ? ഈ നമ്മുടെ ഈമാൻ കുറയുകയും ചെയ്യും, കൂടുകയും ചെയ്യും. പറഞ്ഞില്ലേ, ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അത് പറയാൻ കാര്യം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈമാൻ ഹൈ ആവും, ലോ ആവും. ഹൈ ആവുമ്പം അവൻ തെറ്റൊന്നും ചെയ്യത്തില്ല, കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ വലിയ ആവശ്യം. ഈമാൻ ലോ ആവുമ്പോൾ തോന്നും ചെറിയ തെറ്റൊക്കെ ചെയ്താലും കുഴപ്പമില്ലെന്ന് തോന്നും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വരരുത്, എപ്പോഴും ഒരേ നിലയിൽ നിർത്തണം ഈമാനിനെ. അപ്പൊ എന്ന് പറയുന്ന പോലെ ഈ നമ്മുടെ പവർ നമ്മളിൽ ഈമാൻ വർദ്ധിപ്പിക്കാൻ പറ്റിയ വലിയൊരു ദുആണ് ഇത് ലഖദ് ജാഅന്റെ അവസാനമുള്ള ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. രണ്ട് കാര്യത്തിൽ ഇബ്ലീസ് ഇടപെടത്തില്ല. ഏത് കാര്യത്തിലാ? രണ്ട് കാര്യത്തിലേ ഉള്ളൂ ഇബ്ലീസ് ഇടപെടും. ബാക്കി എല്ലാത്തിലും ഇബ്ലീസ് ഇടപെടും. ഒന്നേതാന്ന് വെച്ചാൽ, ഒന്ന് നിയ്യത്ത, ഒന്നേതാണ് തവക്കുല. തവക്കുലാക്കിയാൽ, അള്ളാഹെ തവക്കുലാക്കിയാൽ പിന്നെ അവിടെ എന്ത് ചെയ്യത്തില്ല, ഇബ്ലീസിന്റെ കളി എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. വലിയ തവക്കുലാക്കാൻ പറ്റിയ ഒരു ആയത്താണ് ഏത്? സൂറത്ത് തൗബയുടെ അവസാനമുള്ള. അതൊക്കെ കണ്ടുപിടിക്കണം. എത്ര ആയത്തായുണ്ട് സൂറത്ത് തൗബയ്ക്ക്? 120. ഇനി ഒരെണ്ണം കൂടെ എഴുതത്തുള്ളൂ. നമ്മളൊക്കെ 5 എണ്ണം വീതം പഠിക്കുന്നത്. നമ്മൾ പറഞ്ഞാലല്ലോ 5ന്റെ ശ്രേഷ്ഠത എന്താ ഉണ്ട്? 5 വീതം പഠിക്കുന്ന പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായി ഇറങ്ങിയ എത്ര ആയത്താ? 5 ആയത്താ. ഈ 5ലേക്ക് കണക്ട് ചെയ്യണം നമ്മൾ. അൽഹംദുലില്ലാഹ്, അതൊക്കെ പഠിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ തൗബ, സൂറത്ത് തൗബയാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത ഒരു സൂറത്തും കൂടെ പറയാം, സൂറത്ത് യൂനുസ്. സൂറത്ത് യൂനുസ് എത്ര ആയത്തുണ്ട്? 109 ആയത്ത്. എത്ര ആയത്ത്? 109 അല്ലേ? അപ്പൊ എത്ര സൂറത്തായി? 5 നേരത്തെ നമ്മൾ 5 പഠിച്ചു. അപ്പൊ എന്തൊക്കെയാണ് സൂറത്തിന്റെ പേരൊക്കെ ഒന്ന് പഠിച്ചിരുന്നു? സൂറത്തുൽ അൻആം, സൂറത്തുൽ അഅറാഫ്, സൂറത്തുൽ അൻഫാൽ, സൂറത്തുൽ തൗബ, സൂറത്ത് യൂനുസ്, സൂറത്ത് യൂനുസ്. ഇവിടെയൊക്കെ നോക്കിയോ? ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ എല്ലായിടത്തും അല്ല് വന്നിട്ടുണ്ട്. ഇവിടെ അല്ല് വന്നോ? അങ്ങനെ വരത്തില്ല കേട്ടോ. സൂറത്ത് നമ്മൾ ചേർത്ത് പറയുന്നത് സൂറത്തുൽ അൻആം, സൂറത്തുൽ അഅറാഫ്, സൂറത്തുൽ അൻഫാൽ, സൂറത്ത് തൗബ, സൂറത്തു തൗബ. ഇതിനകത്ത് കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കിയോ? ശംസിയ അക്ഷരവും ഖമരിയ അക്ഷരവും മനസ്സിലാക്കാൻ ഇതിനകത്ത്. എന്തുകൊണ്ട്? ഇതെല്ലാം അല്ല് വന്നപ്പോ ലാമിനെ വെളിവാക്കി അല്ലേ? അത് ഖമരിയ അക്ഷരമാണ്. എന്നാൽ ഇവിടെ വന്നപ്പോഴോ ശംസിയ അക്ഷരമാണ്. ശംസിയ അക്ഷരത്തിന് എന്ത് വരും? ഷദ്ദ് വരും. ഇവിടെയൊക്കെ ഷദ്ദ് ഉണ്ടോ? ഇല്ല. ഇവിടെ ഷദ്ദ് വന്നു അല്ലേ? ഇതങ്ങനല്ല. യൂനുസ് എന്ന് പറയുന്നത് അതൊരു പ്രത്യേക പദമായിട്ട് അല്ലാഹു തആല മാറ്റിയതാണ്, ഒരു പേരായിട്ട്. അവിടെ എന്ത് വേണ്ട? അപ്പൊ മുഹമ്മദ് എന്ന് പറയുമ്പോൾ അൽ മുഹമ്മദ് എന്ന് പറയണോ? സല്ലല്ലാഹു അലൈഹി വസല്ലം വേണോ? വേണ്ട, മുഹമ്മദ് എന്ന് തന്നെ. അപ്പൊ യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ പേരാണ്. ഒരു നബി മൂന്നാമത്തെ ഏതാ? അൽ അൻഫാൽ, 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 തൗബ, യൂനുസ്. നമുക്കെന്നാ ഇനി ബാക്കി പാഠത്തിലേക്ക് കിടക്കാം.